കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖല ലക്ഷ്യമിട്ട് ചില നീക്കങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തി. എന്നാൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നാണ് അമൃത്സറിൽ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ പ്രതിനിധി വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സുരക്ഷിതമായി തന്നെയാണ് നിൽക്കുന്നത്. SK സൂചിപ്പിച്ചതുപോലെ എനിക്ക് പിന്നിൽ കാണുന്നതാണ് അമൃത്സറിലുള്ള ഈ സുവർണ ക്ഷേത്രം. രാവിലെയൊക്കെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് മറ്റുമായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ പ്രാർത്ഥിച്ചു മടങ്ങുന്നുണ്ട്. ഇവിടെ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള വലിയ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ആശങ്കയോ ഒന്നുമില്ല. പക്ഷെ അതേസമയം ഇന്നലെ രാത്രിയും ഞാൻ ഈ സുവർണ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അപായ സൈറണുകൾ അമൃത്സറിൽ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിലേക്ക് ആശങ്കയിലേക്ക് ആഴ്ത്തുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഞാൻ ഈ നിൽക്കുന്ന അമൃത്സറിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിക്ക് ശേഷം 5 ഇടങ്ങളിലായി 5 പ്രാവശ്യമാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ ജലന്ധറിൽ നിന്നും ഈ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ഈ ചില ഭാഗങ്ങൾ ആ മിസൈലുകളുടെ ഭാഗങ്ങൾ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്കൊരു വിവരം ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ അമൃത്സറിലെ ഒരു വയലിൽ നിന്നും സമാനമായിട്ടുള്ള ഈ ആക്രമണം നടത്തിയതിന്റെ ചില അവശിഷ്ടങ്ങൾ ആ മേഖലയിൽ നിന്നും കണ്ടെത്തിയതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്.